ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാറും മുമ്പേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ ഏകദേശം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ രസകരമായ ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ വന്നത്. കാരണം അവിടെ SDP മത്സരിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമായിട്ടാണ് UDFിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്കൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം പ്രതിപക്ഷ നേതാവ് കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് SDP യാതൊരു സഹായവും, ഒരു വോട്ടും, ഒരു സംഗതിയും വേണ്ട. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, രാജിവെക്കും, ഇനി അതല്ലെങ്കിൽ ആ സ്ഥാനം വേണ്ടാന്ന് വെക്കും എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പ്രസ്താവന അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും SDP സഹായത്താലേ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കിട്ടിയതൊക്കെ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ SDP യാതൊരു സഹായവും വേണ്ട എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പിന്നെ എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് UDFന് SDP വോട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം ഇവർ രാജിവെക്കൂല MLA സ്ഥാനം ജയിച്ചാൽ. ഇനി MLA സ്ഥാനം രാജിവെച്ച വീണ്ടും തിരഞ്ഞെടുപ്പൊക്കെ വരേണ്ട തലവേദനയല്ലേ അല്ലേ? ഇനി അതല്ലെങ്കിൽ ഇവർ പരസ്യമായിട്ട് എന്ത് ചെയ്യണം, പറയണം SDP വോട്ട് വേണം ഞങ്ങൾക്ക്. അത് പറഞ്ഞിട്ടില്ലല്ലോ ഈ സമയം വരെ. പിന്നെ എന്തിനാണ് SDP മേലെ കുതിര കയറുന്നത്? അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് മത്സരിച്ചൂടെ? അവർ രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഇനി ഈ പറയുന്ന സംഘപരിവാർ വിരുദ്ധത അങ്ങനെ ഉണ്ടല്ലോ, RSS ജയിച്ചു പോകുന്നുള്ള ബേജാറിൻ്റെ പുറത്താണെങ്കിൽ, RSSന് ഒരു കാരണവശാലും ജയിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ SDP സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിയേക്കാൾ ഒരുപടി മേലെ ആയിരിക്കുമല്ലേ BJP എതിർക്കുന്നതിൽ SDP സ്ഥാനാർത്ഥികൾ, ആ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകർ. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യും. അതല്ലേ ഈ സംഘപരിവാർ വിരുദ്ധതയാണ് ആത്മാർത്ഥം. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം ഭയങ്കരമായിട്ട് അതാ SDP മത്സരിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യാണ്, BJP ജയിക്കാൻ പോകുന്നു, BJP ജയിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന അട്ടായിക്കുന്ന ആൾക്കാർ SDP സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. BJP വിരുദ്ധത ആത്മാർത്ഥമാണെങ്കിൽ അവരൊരു കാരണവശാലും ജയിക്കരുതെന്നെങ്കിൽ SDP വോട്ട് ചെയ്യും. കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ തവണയൊക്കെ SDP എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലീഗിന് ഒരു മടിയില്ലാണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് മഞ്ചേശ്വരത്തിലെ. കാരണം മഞ്ചേശ്വരം എന്ന് പറയുന്ന പ്രദേശം SDP നല്ല വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. അവിടെ മെമ്പർമാരും മറ്റൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെയുള്ള ആ പ്രവർത്തകർ എന്താ ചെയ്യുക, അവരുടെ വോട്ട് ഇപ്പം മത്സരിക്കണ്ടേ. അപ്പോൾ തീർച്ചയായും അവർ മത്സരിക്കുന്നുണ്ട്. ഇനി RSS വിരുദ്ധത നിങ്ങളിലുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ, കമ്മ്യൂണിസ്റ്റ് ആരും ആയിക്കോട്ടെ, നിങ്ങൾ SDP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. അവർ ജയിക്കട്ടെ. കാരണം മറ്റാരേക്കാളും സംഘപരിവാർ വിരുദ്ധത ഉള്ളൊരു വിഭാഗമാണല്ലോ SDP. ഇപ്പോൾ ആരൊക്കെയോ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, നേതാക്കന്മാർ ജയിലിൽ നിന്ന് ഇറക്കേണ്ടിയിട്ട് എന്താ പറയുക BJPക്ക് വേണ്ടിയിട്ട് നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നേതാക്കന്മാർ ഇറക്കേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ നല്ല 10 മേൽ നെയ്യും പുരട്ടിയിട്ട് കോഴി ഇറച്ചിയൊക്കെ കൊടുത്താൽ പോരെ അല്ലേ? എല്ലാ നോമ്പിനും പിന്നെ നോമ്പ് തുറ നടത്തുക, ഓല പരിപാടിയിൽ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് നടത്തുക, ഓല ചെരുപ്പ് എന്താ പറയുക തുടച്ചു കൊടുക്കുക, മിനുക്കി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന SDP ചെയ്യുന്നതാണെങ്കിൽ നേതാക്കന്മാർ ആരെങ്കിലും ജയിലുണ്ടാവുമോ? അതിന് ഈ രീതിയിലുള്ളൊരു വോട്ടിൻ്റെ ഡീല് നടത്തണോ? ഇല്ല. ഈ പറയുന്ന സംഘപരിവാറിനോട് എന്താ പറയുക, പ്രതിഷേധിക്കാതെ അവരോട് പ്രതികരിക്കാതിരുന്നാൽ മതി. അവർ ചെയ്യുന്നതിനൊക്കെ എന്താ പറയുക പ്രതികരണങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമായിട്ട് നിരന്തരം ഇന്ത്യ രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഈ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം നിലകൊള്ളുന്നത് കൊണ്ടാണ് അതിൻ്റെ നേതൃത്വങ്ങളിലൊക്കെ ഉള്ളിലിടുന്നത് അല്ലേ? കാരണം ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണ്. സ്വാഭാവികമായിട്ട് അവരെ കഴിവനുസരിച്ച് എന്ത് ഉള്ളിലിടും. അപ്പോൾ ഈ പറയുന്ന SDP അങ്ങനെ നേതൃത്വങ്ങൾ ഉള്ളിലാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ 10 മേൽ നെയ് പുരട്ടിയിട്ട് കോഴി ഇറച്ചിയൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവരെ സൽക്കരിച്ചാൽ പോരെ അല്ലേ? സൽക്കരിച്ചാൽ പോരെ. സൽക്കരിക്കുന്നത് മാത്രം സൽക്കരിച്ചാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ വരെ കിട്ടും, MLA കിട്ടും സൽക്കരിച്ചാൽ. MP ആയിട്ട് എന്താ പറയുക നിൽക്കുക, ചിലപ്പം ആണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടും. അതിന് തയ്യാറാവാത്തൊരു വിഭാഗം ആയതുകൊണ്ടല്ലേ അവരെ നേതാക്കന്മാർ ഇന്നും എന്ന് പറഞ്ഞാൽ SDP നേതാക്കന്മാർ ഇന്നും ജയിലിൽ കിടക്കുന്നത് അല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിയൊന്നും വേണ്ടാലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലാത്ത പ്രയാസമുണ്ടെങ്കിൽ, BJP അങ്ങ് ജയിച്ചു പോകുമെന്നുള്ളൊരു പ്രയാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് SDP വോട്ട് ചെയ്യാം. SDP വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ BJP പരാജയപ്പെടുത്താൻ മുൻനിരയിലുണ്ടാവുകയാണ് വേണ്ടത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരസ്യമായിട്ട് പറയണം BJP പരാജയപ്പെടുത്താൻ SDP വോട്ട് ഞങ്ങൾക്ക് വേണം, SDP ഞങ്ങളെ സഹായിക്കണം. ഒരുപാട് അവസരം ഉണ്ടായിരുന്നില്ലേ, നിങ്ങളത് ചോദിച്ചും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിർത്തിയതിന് ശേഷം പിന്നെ ഇനി സമയവും ഇല്ല. ആ പാർട്ടി ഒരുപാട് സമയം കാത്തിരുന്നല്ലോ.
ഇനി അതല്ലെങ്കിൽ വി ഡി സതീശനെ പോലെയുള്ള ആൾക്കാർ തിരുത്തി പറയാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. SDP ഈ പറയുന്ന കോൺഗ്രസിനെ പോലെയും മുസ്ലിം ലീഗിനെ പോലെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത്. എന്താ അവരുടെ പ്രശ്നം? കേരളത്തിന് പുറത്തും പല രാഷ്ട്രീയ കക്ഷികളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രബലരായ രാഷ്ട്രീയ കക്ഷികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നണി സംവിധാനത്തിലുണ്ട്. തമിഴ്നാട്ടിൽ ഈ മുസ്ലിം ലീഗും CPM കോൺഗ്രസും എല്ലാം ഉള്ള എന്ന് പറയുന്ന ടീമിലൊക്കെ SDP ഉണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് വി ഡി സതീശനാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും മറ്റുള്ളവർക്ക് ഉള്ളത്? അത് ആത്മാർത്ഥമായിട്ട് പറയണം. നിങ്ങൾ വെറുതെ ഈ BJP വിരുദ്ധത ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് വെറുതെ നടന്നാൽ പോരാ. കേരളത്തിലറിയാം 20ഓളം മണ്ഡലങ്ങൾ BJP ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് പോകുന്നു, അവർ ജയിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ അവരെ പരാജയപ്പെടുന്നത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്തു? ഈ മഞ്ചേശ്വരം പോലും പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ SDP പറഞ്ഞില്ലേ, എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി നമുക്ക് BJP പരാജയപ്പെടുത്താം. നിങ്ങൾ തയ്യാറായോ? അങ്ങനെ ഇത്ര മണ്ഡലങ്ങൾ അവിടെയൊന്നും നിങ്ങൾക്ക് BJPയെ പരാജയപ്പെടുത്തണ്ട അല്ലേ? SDP എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത തലവേദന. ആ തലവേദന മാറണമെന്നുണ്ടെങ്കിൽ അതൊരു സൂക്കേടാണ്. ആ സൂക്കേടുള്ള മരുന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് വിചാരിച്ചാൽ BJP വിരുദ്ധത നിങ്ങൾക്കുള്ളത് ആത്മാർത്ഥമാണെങ്കിൽ SDP വോട്ട് ചെയ്തു. ഒരു ബേജാറും വേണ്ട. SDP സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ കഴിവുള്ള BJPയെ തുരത്താനും പ്രതിരോധിക്കാനും പിടിച്ചു നിർത്താനൊക്കെ കഴിവുള്ളവർ വേറെ ആരുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.